2016 മോഡലിൽ സിംഗിൾ ഓൺഷിപ്പിൽ വെറും 56,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തൊരു വാഹനമാണ്. ഡീസലോ പെട്രോളോ? ഡീസൽ ഹൈബ്രിഡ് ZDI വേരിയന്റിൽ. മൈലേജ് ഉണ്ടാവും 18-19 റേഞ്ച്. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മൈലേജ് റേഞ്ചിൽ പ്രതീക്ഷിക്കാം. 1 ലിറ്റർ എഞ്ചിനാണ്. ചെറിയ സിറ്റി ഡ്രൈവും അല്ലെങ്കിൽ അഡീഷണൽ വണ്ടിയും കൂടി വേണമെന്നൊക്കെ ഒരു ചെറിയ ഒരു പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും. 410 വി ഓപ്ഷൻ 2015 ഡീസൽ. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ്. തീർച്ചയായും വെള്ളമൊക്കെ കണ്ട ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. ഈ ലോൺ അവരെ പ്രൊഫൈൽ വേണം. ലോണ് പല കസ്റ്റമറും നമ്മൾ ലോൺ കിട്ടുമ്പോൾ അവർക്ക് അതിനുള്ള ഒരു ഇതുണ്ടാവുന്നില്ലതും കൂടിയും ചെക്ക് ചെയ്യും അവർ. അതാണുള്ള ഇത്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ഇന്നത്തെ വീഡിയോ മലപ്പുറം ജില്ലയിലുള്ള പാണ്ടിക്കാട് എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് വന്നിരിക്കുന്ന. ഷോറൂം MLux യൂസ്ഡ് കാർസ് അല്ലേ? അതെ അതെ, അതാ നമ്മുടെ കൂടെ മുത്തുബായ്. മുത്തു എന്നാണ് അറിയപ്പെടുന്നത്. അതെ. ശരിക്കുള്ള പേരെന്തായിരുന്നു? ജുനൈസ്. ഞാൻ തന്നെ മറന്നുപോയി. ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പറയാ, എല്ലാ സെഗ്മെന്റ് വാഹനങ്ങളും ലഭിക്കുന്നൊരു ഒരു 15 ലക്ഷം രൂപയുടെ താഴെ ലക്ഷറി ഉണ്ടാവില്ല. ബാക്കി ആ ഒരു ബഡ്ജറ്റിൽ വരുന്ന എല്ലാ സെഗ്മെന്റ് വണ്ടിയും ഉണ്ടാവും. അതെ. ഓക്കെ. ഇന്നത്തെ നമ്മൾ എല്ലാം കാണിക്കുന്നുണ്ടോ? എല്ലാ ടൈപ്പും ഉണ്ടോ? ഏകദേശം വാഹനങ്ങളൊക്കെ നമ്മൾക്ക് സ്റ്റോക്ക് ഉണ്ട്. അതൊക്കെ നമുക്ക് കാണിക്കാം. ഓക്കെ. ന്യൂ മോഡൽ നല്ല ക്വാളിറ്റിയിലെ വാഹനങ്ങളാണ്. സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള വാഹനങ്ങളാണ്. എല്ലാം അവർ വരുമ്പോൾ കയ്യിൽ കൊടുക്കാൻ പറ്റില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ 100% ഗ്യാരണ്ടി ഡോക്യുമെന്റ് ആയിട്ട് തന്നെ കൈ കൊടുക്കാം. തീർച്ചയായും. ഓക്കെ. ഫുൾ ഹിസ്റ്ററി എല്ലാം ചെക്ക് ചെയ്തിട്ടുള്ള വണ്ടികളാണ്. അപ്പോൾ എടുക്കുന്ന കാര്യത്തിൽ ടെൻഷൻ വേണ്ട. ഒരു ടെൻഷനും വേണ്ട. 100% ട്രസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് വരാം. തീർച്ചയായിട്ടും. ഓക്കെ. കഴിഞ്ഞ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു റെസ്പോൺസ്? അത്യാവശ്യം നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. സെയിൽ ഉണ്ടായിരുന്നു. നല്ല എൻക്വയറീസ് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ വരിക പാണ്ടിക്കാട് ടൗൺ എത്തണ്ട. മഞ്ചേരിയിൽ നിന്ന് പാണ്ടിക്കാടിലേക്ക് പോകുമ്പോൾ ടൗൺ എത്തുന്നതിന് വെള്ളവങ്ങാട് അല്ലേ? ഓക്കെ. അതാണ് ലൊക്കേഷൻ. കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. എന്തായാലും നമുക്ക് സ്റ്റോക്ക് കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വീഡിയോ കിട്ടും അല്ലേ? നമ്മുടെ ആദ്യ വാഹനം നമുക്കൊരു 7 സീറ്ററിൽ തന്നെ തുടങ്ങാം. എർട്ടിഗയാണ് അല്ലേ? അതെ, എർട്ടിഗയാണ്. പക്ഷേ ഇതിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഒരു എനർജി വരും. അങ്ങനത്തെ ഒരു എർട്ടിഗയാണ്. എന്താണ് സംഭവം? അതായത് 2016 മോഡലിൽ സിംഗിൾ ഓൺഷിപ്പിൽ വെറും 56,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തൊരു വാഹനമാണ്. ഡീസലോ പെട്രോളോ? ഡീസൽ ഹൈബ്രിഡ് ZDI വേരിയന്റിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനമാണ്. അതായത് ഈ കമ്പനിയിൽ പറങ്ങാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ഡീസൽ വാഹനം. 7 സീറ്റർ 56,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. അതാണ് ഏറ്റവും ഹൈലൈറ്റ്. അത് പ്രോപ്പർ സർവീസ്, കമ്പനി സർവീസ്, സിംഗിൾ ഓണർഷിപ്പിൽ വാഹനമാണ്. നമ്മുടെ ഷോറൂമിന് അടുത്ത് പ്രദേശത്തുണ്ടായിരുന്ന വാഹനം നമ്മൾ പർച്ചേസ് ചെയ്താണ്. ഓക്കെ. അത്രയും ട്രസ്റ്റോട് കൂടി നമുക്ക് ഈ രജിസ്ട്രേഷൻ വരിക നിലമ്പൂർ 10 മലപ്പുറം. ഓക്കെ. അപ്പോൾ എന്താ ഫുൾ ഹിസ്റ്ററി ഉണ്ട്, ഒന്നും നോക്കാനില്ല. മൈലേജ് ഉണ്ടാവും 18-20 റേഞ്ച് ഏകദേശം മൈലേജും പ്രതീക്ഷിക്കുക. ഹൈബ്രിഡ് എഞ്ചിനാണ്. ഒരു ക്ലെയിമില്ലല്ലോ? മേജർ ആക്സിഡന്റ്സ് കാര്യങ്ങളൊന്നുമില്ല. ചെറിയ മൈനോട്ടായിട്ടുള്ള ബമ്പർ കാര്യങ്ങൾ, ടച്ചപ്പ് കാര്യങ്ങൾ ഇങ്ങനെയുള്ളൊക്കെ ഈ ഒരു സമയം 5-8 വർഷത്തെ ആ ഒരു ഇതുണ്ടല്ലോ. ഓക്കെ. പക്ഷെ വണ്ടി അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. സിംഗിൾ ഓണർ കിടക്കാണ്. ടയറുകൾ കാര്യങ്ങൾ, പുതിയ ഇൻഷുറൻസ്, പുത്തൻ ഇൻഷുറൻസ് ഇപ്പൊ എടുത്തു കൊടുക്കുക. ഇനി ഒന്നും നോക്കാനില്ല. 54,000 സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് സർവീസ് 64,000 ചെയ്താൽ മതി. 8,000 കിലോമീറ്റർ കൂടി കഴിഞ്ഞിട്ട് സർവീസും ചെയ്താൽ മതി. ടയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ 70%-80%-ഓളം ടയറുകളും വരുന്നുണ്ട്. ഇതിപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? നമുക്ക് 7,15,000 രൂപ ഏകദേശം ഫൈനൽ റേറ്റ് ആണ്. ഇനി കസ്റ്റമർ വിളിക്കട്ടെ, നമുക്ക് ചെറിയ ഡിഫറൻസിൽ കൊടുക്കാം. 7-15 ചോദ്യമാണ്. ZDI ഹൈബ്രിഡ് മൈലേജ് നല്ല ഉണ്ടാവും അല്ലേ? അതെ. 20 അതിൻ്റെ മേലെ തന്നെ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ അടുത്ത് ആ ഒരു റേഞ്ചിൽ എന്തായാലും പ്രതീക്ഷിക്കാം. ഓക്കെ. അപ്പോൾ 16 മോഡൽ ZDI ഈ ഒരു മാനുവൽ ഡീസൽ എർട്ടിഗ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ ഒരു 6 റേഞ്ച് കിട്ടും. 6 രൂപ ആ ഒരു റേഞ്ചിൽ 6 lakhs എന്തായാലും കിട്ടും. പിന്നെ അവർക്ക് അവരെ പ്രൊഫൈലൊക്കെ ഓക്കെ ആണെങ്കിൽ അതിൻ്റെ മേലെ കിട്ടും. ഓക്കെ. അടുത്ത എർട്ടിഗ KL 10 രജിസ്ട്രേഷൻ തന്നെ സെയിം കളർ തന്നെ അല്ലേ? അതെ, സെയിം കളർ. 2012 മോഡൽ VDI വേരിയന്റിൽ 4th ഓണർഷിപ്പ് ആയിട്ടുണ്ട്. 1,42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. വണ്ടി നല്ല ഗുഡ് കണ്ടീഷനാണ്. വലിയ സർവീസും കാര്യങ്ങളൊന്നും നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ 12 വാഹനം നമ്മൾ ആ ഒരു രീതിയിലാണ് കൊടുക്കുന്നത്. ഒരു 7 സീറ്റർ വാഹനം ഒരു അഫോർഡബിൾ പ്രൈസിൽ കിട്ടുന്ന ഒരാൾക്കാർക്ക് ആ ഒരു റേഞ്ചിൽ കൊടുക്കാൻ കഴിയുന്ന ഒരു വാഹനമാണ്. ഇതും മൈലേജ് ഉണ്ടാവും. 18 റേഞ്ച് മൈലേജ് കിട്ടും. ആ ഒരു റേഞ്ചിൽ മൈലേജ് കിട്ടും. ഹൈബ്രിഡ് അല്ല എഞ്ചിൻ വരിക, മറ്റേ എഞ്ചിനാണ് വരിക. മിഡിൽ ഓപ്ഷൻ ഡീസലാണിത്. ചെറിയ കായ്ക്കൊരു 7 സീറ്റർ. അതെ. കണ്ടീഷനും കാര്യങ്ങളും ടയറും കാര്യങ്ങളും ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് ആണ് ഇതും.
ടയർ അത്യാവശ്യമുണ്ട്, നല്ല ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മറ്റേ വണ്ടിന്റെ അത്ര ഒരു ഹൈപ്പ് കൊടുക്കാനുള്ള ഒരു ഇതില്ല. ചെറിയ ബഡ്ജറ്റിൽ ഒരു 7 സീറ്റർ നമുക്ക് 365 ഓൾമോസ്റ്റ് ഫൈനൽ പ്രൈസ് നമ്മൾ പറയാം. പിന്നെ കസ്റ്റമർ വിളിക്കട്ടെ, ചെറിയ ഡിഫറൻസ് ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ നിങ്ങളൊരു സ്വിഫ്റ്റ് ഒക്കെ എടുക്കാൻ പോവാന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളൊരു 2.5-3 ലക്ഷം കൊടുത്ത് ഒരു സ്വിഫ്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 65,000 ആ ഒരു റേഞ്ചിൽ ഇങ്ങനത്തെ ഒരു 7 സീറ്റർ ഉണ്ടോ? ഇത്രയും മൈലേജ് ഉള്ള വണ്ടി, ഇത്രയും ആളെയും വായിച്ച് പോകാമല്ലോ അല്ലേ? അതെ അതെ. ഓക്കെ, ഇതിനും ഒരു 50,000 ഒക്കെ കണ്ടാർക്ക് ആ റേഞ്ചിൽ 3 ലക്ഷം രൂപ വരെ ഒക്കെ ലോൺ പാസ്സാവുന്നതാണ്. അടുത്തൊരു സെഡാൻ കാറ്റഗറി, കോമ്പാക്ട് സെഡാൻ കാറ്റഗറി, ഹോണ്ട അമേസ്. എർട്ടിക ഇവിടെ കഴിഞ്ഞിട്ടില്ല, ഇനിയും 3 ഉണ്ട് അല്ലേ? 3 എർട്ടിക നമ്മളത് സ്റ്റോക്ക് ഉണ്ട്. 2019 ZDI പ്ലസ് 1.5 എഞ്ചിനിൽ വരുന്ന ഡീസൽ വാഹനം ഉണ്ട്. അതുപോലെ തന്നെ 2018 മോഡൽ ZDI വരുന്ന വണ്ടിയുണ്ട്. അതുപോലെ തന്നെ 2018 മോഡൽ VDI വരുന്നുണ്ട്. ഒക്കെ ഡീസൽ വാഹനങ്ങൾ. 5 ഡീസൽ എർട്ടികൾ ഇപ്പൊ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. കമ്പനിയിൽ എവിടെയും കിട്ടാത്ത വാഹനം കൂടിയാണ്. അതും കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. തീർച്ചയായും. അപ്പൊ നമ്മുടെ കയ്യിലുണ്ട്. എത്രയും പെട്ടെന്ന് അവരോട് കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഇതെങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2021 മോഡൽ VX ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് നിൽക്കുന്ന 74,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പിൽ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടില്ല. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. ഓക്കെ, ടയർ ഭാഗങ്ങളും ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഏറ്റവും ടോപ്പ്. ടയർ ഭാഗങ്ങൾ കുറവാണ് കേട്ടോ. ടയർ ഭാഗങ്ങൾ ഒരു ഫ്രണ്ട് ഒരു ആ ഒരു റേഞ്ചിലൊക്കെ ഉള്ളൂ. ബാക്ക് ടയർ ഭാഗങ്ങൾ കുറവാ. അല്ല, ഫ്രണ്ട് ഇവിടെ അത്യാവശ്യം ഉണ്ടല്ലോ. ഈ ഭാഗം കുറവാണല്ലേ? ഓക്കെ, ബാക്ക് കുറവാ. ഈ എന്നാ ഒരു ടയർ കുഴപ്പമില്ല. വേറെ ക്ലെയിം എന്തെങ്കിലും? ഒന്നുമില്ല, മേജർ ആയിട്ടൊന്നുമില്ല. മൈനോട്ടായിട്ടുള്ള ചെറിയ ക്ലെയിമുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് മേജർ നമ്മളെന്താ വെച്ചാൽ ഡോറുകള്, ഗ്ലാസുകള്, ഇതുപോലെ വലിയ ഡാമേജ് അതൊന്നും ഉണ്ടാവില്ല. ഗ്യാരണ്ടി ഇല്ല വണ്ടികൾ നമ്മൾ എടുക്കാറുമില്ല. ഉള്ളതുണ്ട് ചെറിയ ചെറിയ കേസുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ട് കൊടുക്കുകയും ചെയ്യുള്ളൂ. ഓക്കെ, 21 ടോപ്പ് എൻഡ് അമേസ് ആണ്. പെട്രോൾ വലിയ മെയിൻ്റനൻസ് ആയിട്ടൊന്നും പേടിക്കണ്ട. മൈലേജ് ഒരു 13-17 റേഞ്ച്, 16 വരെയൊക്കെ ഏകദേശം മൈലേജ്. അതെ. ഓക്കെ, എത്ര കൊടുക്കാം നമുക്ക്? 690 കൊടുക്കാം. പെട്രോൾ അല്ലേ? പെട്രോൾ വണ്ടി, ഏറ്റവും ഫുൾ ലോഡ് വണ്ടി, ഏറ്റവും ടോപ്പ് എൻഡ്. 6,90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു അമേസ് കൊണ്ടുപോകാം. ഇപ്പൊ ഇറങ്ങുന്ന ഷേപ്പിന്റെ തൊട്ട് മുന്നത്തെ ഷേപ്പാണ്. അതുപോലെ തന്നെ നമ്മളെ കയ്യിൽ എത്തിയോസ് ലീവ ഡീസൽ ഉണ്ട്. എല്ലാം കൂടി ഉൾക്കൊള്ളിക്കാൻ കഴിയില്ലാന്ന് വെച്ചിട്ടാണ് എത്തിയോസ് ലീവ 2016 VXD, അതുപോലെ തന്നെ 2014 ഷിഫ്റ്റ് 4 നമ്മുടെ കയ്യിൽ ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട്. സോറി, 5 ഷിഫ്റ്റ് സ്റ്റോക്ക് ഉണ്ട്. ഡീസൽ 14 ഡീസൽ, 14 പെട്രോള്, 17 പിന്നെ പെട്രോള്, 10 ഡീസൽ. 3 ഡീസൽ 2 പെട്രോളും. അതെ. അപ്പോൾ ലിവിയോ ഉണ്ട്. ഏത് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോ. ഇതിന് എത്ര ലോൺ കയറുമോ? 6 ലാഖ് കയറുമോ? ഇതിന് ഓൾമോസ്റ്റ് ആ ഒരു റേഞ്ചിൽ കയറേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നല്ല പ്രൊഫൈലൊക്കെ ഉള്ള കസ്റ്റമറാണ്. ഏകദേശം ഒരു 1 ലാഖ് കണ്ട് ഇറക്കാം. റെനോ ക്വിഡ് ആണ് അടുത്ത വാഹനം. ചെറിയ വണ്ടി, ഒരു ഓട്ടോമാറ്റിക് സെഗ്മെന്റ് ചെറിയ വാഹനം നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അല്ലേ? അതെ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2018 1 ലിറ്ററിൽ RXT വേരിയന്റിൽ ഓട്ടോമാറ്റിക്. RXT ഓപ്ഷനിലും കൂടെ ഉണ്ട്. അതെ, അതാ ഒരു മാറ്റം വരുന്നത്. ടോപ്പിന്റെ തൊട്ട് താഴെയുള്ളത്. ഓക്കെ, ബാക്കി 67,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർ വണ്ടി. ഓക്കെ, മൈലേജ് ഉണ്ടാവും 18-19 റേഞ്ച്. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മൈലേജ് റേഞ്ചിൽ പ്രതീക്ഷിക്കാം. 1 ലിറ്റർ എഞ്ചിനാണ്. ചെറിയ സിറ്റി ഡ്രൈവും അല്ലെങ്കിൽ അഡീഷണൽ ഒരു വണ്ടിയും കൂടി വേണമെന്നൊക്കെ ചെറിയ ഒരു പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും. വീട്ടിൽ വലിയ വണ്ടി ഉണ്ടാവും, അവർക്കൊക്കെ ഉപയോഗിക്കാം. അല്ലാതെ പുതിയ ഒരു ലേഡി ഒക്കെ ഉപയോഗിക്കുന്ന ആ ഒരു രീതിയിലും ആളുകൾ കൊണ്ടു നടക്കാൻ പറ്റും. അതെ, ഈ ടൗണിലൊക്കെ പ്രത്യേകിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. തീർച്ചയായും. ഓക്കെ, ഇപ്പൊ കുറച്ച് ഓടാനുള്ള ടയേഴ്സ് ഉണ്ട്. ഫ്രണ്ട് നല്ല ടയേഴ്സ് ആണ്. അത്യാവശ്യം നല്ല ടയർ ഉണ്ട്. ബാക്കും ഉണ്ട് അത്യാവശ്യം. എത്ര ഇപ്പൊ ചോദിക്കുന്നതിന്? നമുക്ക് 3,45,000 രൂപ കൊടുക്കാം. 3,45,000 2018 ക്വിഡ് RXT ഫുള്ളിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. ഓട്ടോമാറ്റിക് ആണ്. സോറി, അപ്പോൾ ഇതും ഒരു 45,000 കണ്ട് ഇറക്കാൻ പറ്റൂലേ? ആ റേഞ്ചിൽ എന്തായാലും 3 ലക്ഷം വരെയൊക്കെ ലോൺ. അടുത്തൊരു ഡീസൽ ജാസ് ആണ്, ഹോണ്ട ജാസ്. ഇവൻ അതർ സ്റ്റേറ്റ് ആണ് അല്ലേ? നമ്പർ ആക്കിയിട്ടുള്ള വിലയാണ് നമ്മൾ പറയാ. എങ്ങനെ മോഡൽ കാര്യങ്ങൾ? 2015 മോഡൽ V വേരിയന്റില് ഡീസൽ 85,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. അവിടെ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ, അപ്പൊ ഇവിടേക്ക് NOC എടുത്തിട്ടുണ്ട്. ഇപ്പോ ആ കസ്റ്റമർക്ക് നമുക്ക് എവിടെ എടുത്ത NOC? ഇവിടെ ഇവിടെ മലപ്പുറം
മലപ്പുറം കേൽപ്പത്തിലേക്ക് അല്ലേ? കേൽപ്പത്തിലേക്ക്. ഓക്കെ. അവിടെ സെക്കൻഡ് ഓണർഷിപ്പ് 2015 വി ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. ഇതിന് മൈലേജ് ഉണ്ടാവും 17, 18, 19 മൈലേജ് കിട്ടും. നല്ല വിലയുള്ള വണ്ടിയാണ്. നല്ല വണ്ടിയാണ് കേട്ടോ. ഒരു അതർ സ്റ്റേറ്റ് വാഹനമാണെങ്കിലും നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനമാണ്. കിലോമീറ്റർ എത്രയാണ്? കിലോമീറ്റർ 85,000 ആണ്. അത് ഓൾമോസ്റ്റ് ക്ലിയർ ആണെന്നാ പറഞ്ഞത്. നമ്മൾ ഇത് ഹിസ്റ്ററി എടുത്തിട്ടില്ല. അതർ സ്റ്റേറ്റ് വണ്ടി ആവുകൊണ്ട് നമ്മളത് ചെയ്തിട്ടില്ല. നമുക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമർക്ക് എടുത്തിട്ട് കൊടുക്കാം. കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്കപ്പ് ചെയ്തിട്ടാണ് നമ്മളിവിടെ നിർത്തിയിട്ടുള്ളത്. ഹിസ്റ്ററി സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. അത് എടുത്തിട്ട് നിങ്ങൾക്ക് എന്തായാലും ചെക്ക് ചെയ്യാം. ബാക്കിയെല്ലാ ചെക്കിംഗ് നമ്മളും വേണമെങ്കിൽ ചെക്ക് ചെയ്ത് കൊടുക്കും കസ്റ്റമർക്ക്. ചെക്ക് ചെയ്യാം. ഓക്കെ. പിന്നെ ഹോണ്ട എഞ്ചിനാണ്. കറക്റ്റ് സർവീസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ വലിയ പണിയൊന്നും വരാൻ ചാൻസ് ഇല്ല. ഇപ്പോൾ നമ്മൾ ചെക്കപ്പ് ഒക്കെ ചെയ്തപ്പോൾ സ്കാനിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഓക്കെയാണ്. എല്ലാം ഓക്കെയാണ്. എത്ര ഇപ്പോൾ നമ്പർ ആക്കിയിട്ട് നമ്മൾ നമ്പർ ആക്കിയിട്ട് പുതിയ ഇൻഷുറൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് 4,10,000 രൂപ കൊടുക്കാം. 4,10,000 വി ഓപ്ഷൻ 2015 ഡീസൽ. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നൊരു വാഹനമാണല്ലോ. തീർച്ചയായും ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു ഡീസൽ വാഹനം മൈലേജിൽ വാഹനം നോക്കുമ്പോൾ നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. കേരള നമ്പർ ആക്കിയിട്ടാണ്. വേറെ പൈസ നിങ്ങൾ ചിലവാക്കേണ്ടി വരില്ല. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് നല്ലൊരു അടിപൊളി സെഡാൻ കാറ്റഗറി വാഹനം. ഇതും റീ ആണ്. കേരള നമ്പർ ആയിക്കഴിഞ്ഞ വാഹനമാണ്. KL10 റീ ആയി കഴിഞ്ഞു. അൾട്ടിസ് ആണ്. കൊറോള അൾട്ടിസ്. എങ്ങനെ ഡീറ്റെയിൽ? 2015 മോഡല് ജെ ഓപ്ഷനിൽ. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പിൽ ഇപ്പോൾ അതായത് ഓൾറെഡി അവർ കസ്റ്റമറിനെ അവിടെ കൊടുക്കുന്നതാണ്. അവിടുന്ന് സിംഗിൾ ഓണർ ഇവിടെ അവരെ പേർക്ക് മാറ്റിയപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്നതാണ്. ഒരാൾ തന്നെ യൂസ് ചെയ്തല്ലേ? അതെ. അല്ല, അവിടെ വേറെ കസ്റ്റമറാണ്. സെക്കൻഡ് ഓണറാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അവിടുത്തെ ആൾ തന്നെ ഇങ്ങോട്ട്? അല്ല. അതായത് ചിലത് ഡീലേഴ്സ് മാറി പിന്നെ കസ്റ്റമർ പേർക്കൊക്കെ മാറുമല്ലോ. ഇത് നേരെ അവർ അവിടുന്ന് പർച്ചേസ് ചെയ്ത് ഇവിടെ വന്ന് അവരെ പേർക്ക് മാറ്റിയത് വണ്ടിയാണ്. നമ്മൾ അവരായിട്ട് എക്സ്ചേഞ്ച് ചെയ്താണ്. ഓക്കെ. 15 മോഡല് ജെ ഓപ്ഷനില്. ഓട്ടോ എത്ര പോയി? 2.10 ഓടിയിട്ടുണ്ട്. ഡീസൽ. മൈലേജ് എത്ര കിട്ടും ഇനി പൊതുവെ? ഒരു 17-18 കിട്ടും മൈലേജ്. 20 തന്നെ മൈലേജ് അൾട്ടീസിന് പ്രതീക്ഷിക്കാം. ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് 20 മൈലേജ് കിട്ടുന്നൊരു അടിപൊളി സഡാൻ വണ്ടിയാണ്. ചെറിയ ബഡ്ജറ്റിൽ അൾട്ടീസ്. ഓക്കെ. ഈ 2 ലക്ഷം സർവീസ് ഉണ്ടോ? സർവീസ് അതൊന്നും നമ്മൾ നോക്കിയിട്ടില്ല. നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മള് ഈ ഒരു കണ്ടീഷൻസ് നോക്കും വണ്ടിന്റെ. വണ്ടി ആ ഒരു എഞ്ചിന് കാര്യങ്ങളൊക്കെ ചെക്കപ്പ് ചെയ്യും. അവർക്കും കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ അതർ സ്റ്റേറ്റ് വണ്ടി ആകുമ്പോൾ നമ്മൾ കറക്റ്റ് പറയാൻ പറ്റൂല. നമ്മളെ ക്വാളിറ്റീസ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കാണുന്ന വണ്ടികളാണ്. ഇതൊക്കെ നമ്മളൊരു ആവറേജ് കാറ്റഗറിയിൽപ്പെട്ട വണ്ടി. നമ്മളെല്ലാം ഉൾക്കൊള്ളിക്കണല്ലോ. നമുക്ക് എക്സ്ചേഞ്ച് വരും അങ്ങനത്തെ രീതിയിൽ. അപ്പൊ അതെന്താണോ ഉള്ളത് അത് നമ്മൾ തുറന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കൊടുക്കാൻ പറ്റും ഓരോ കാര്യങ്ങളും ചെയ്യാം. അപ്പൊ ഇത് അത്ര ഹൈപ്പ് നമ്മൾ കൊടുക്കണില്ല. എന്നാൽ വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ്. അവർക്ക് കസ്റ്റമർക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനും എവിടെ കൊണ്ടുപോയിട്ട് ഏത് രീതിയിലും അവർക്ക് ചെക്ക് ചെയ്ത് ഫുൾ ക്ലിയർ ആയിട്ട് മാത്രം അവർ ടോക്കൺ ചെയ്താൽ മതി. നമുക്ക് 6 ലക്ഷം രൂപ കൊടുക്കാം. 2015 ഡീസൽ. അതെ. കേരള നമ്പർ ആയി കഴിഞ്ഞ വാഹനമാണ്. ഇതിലും നിങ്ങൾ ഒന്നും ചെയ്യാനില്ല. പുതിയ ഇൻഷുറൻസ് ആണ്. അത്യാവശ്യം നല്ല ടയർ ഭാഗങ്ങളൊക്കെ വരുന്നൊരു വണ്ടി കൂടിയാണ്. നമ്മളിപ്പോ റേറ്റ് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ചെറിയ വ്യത്യാസമൊക്കെ വരുത്തി കൊടുക്കാം. നമുക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന പ്രേക്ഷകരെ തീർച്ചയായിട്ടും കഷ്ടപ്പെടുത്തല്ലോ. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. ദ കോമ്പാക്ട് SUV സെഗ്മെന്റ് ഹ്യുണ്ടായി ക്രെറ്റ ആണ് അടുത്ത വാഹനം. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2018 മോഡൽ SX O ഓപ്ഷനിൽ ഏറ്റവും ടോപ്പ് എൻഡ് 2018 വെറും 57,000 മാത്രം റൺ ചെയ്ത പ്രോപ്പർ സർവീസ് ഹ്യുണ്ടായി പ്രോപ്പർ സർവീസിലൊരു വണ്ടിയാണ്. ഡീസൽ മാനുവൽ അല്ല, പെട്രോൾ മാനുവൽ. സൺറൂഫ് ഒക്കെ വരുന്ന വണ്ടി. ഓക്കെ. ഏറ്റവും ടോപ്പ് എൻഡ് സിംഗിൾ ഓണർ. 2018 വലിയ ഓട്ടം പോയിട്ടില്ല. അതെ. ഒരു ക്ലെയിം പോലല്ല വേറെ മേജറായിട്ട് ഒന്നുമില്ല. ചെറിയ ബമ്പർ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത്ര ഗ്യാരണ്ടി ഉള്ള വണ്ടി. ഒരു ഷോറൂം കണ്ടീഷൻ തന്നെ പറയാം. ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. ഓക്കെ. അപ്പൊ ക്രെറ്റ തപ്പി നടക്കുന്നവരുണ്ടെങ്കിൽ പഴയ ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതെ, പെട്രോൾ വണ്ടി ഏറ്റവും ടോപ്പ് എൻഡ് നിൽക്കുന്ന സൺറൂഫൊക്കെ ഇപ്പോൾ ഒരു ട്രെൻഡാണല്ലോ. അങ്ങനത്തെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. വീട്ടിൽ നിർത്തുന്നവർക്കൊക്കെ, അതായത് പ്രവാസികൾക്കും അതുപോലെ വലിയൊരു ഹോട്ടലിലാത്തവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ആണ്. പെട്രോൾ സേഫ് ആണ്. ഓക്കെ. അപ്പൊ എത്രയാ നമ്മളിപ്പോ ചോദിക്കുന്നത്? നമുക്ക് 9,65,000 രൂപ കൊടുക്കാം. ലോണ് പിന്നെ അവര് വിളിക്കട്ടെ, എന്തെങ്കിലുമൊക്കെ ചെറിയ വ്യത്യാസം വരുത്തി കൊടുക്കാം. ഓക്കെ. ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? ലോൺ എന്തായാലും ഒരു 8.5 ആ ഒരു റേഞ്ച്, 8.45 ആ ഒരു റേഞ്ചിലൊക്കെ കയറാം. 1 lakh 1.5 ഇറക്കുന്ന രീതി. അടുത്തത് മഹീന്ദ്ര ഥാറാണ്. നല്ലൊരു അടിപൊളി ബ്ലാക്ക് ഥാർ. KL83 രജിസ്ട്രേഷൻ വാഹനമാണ് അല്ലേ? അതെ, ഒരു കിടിലൻ താറ്. എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2022 മോഡല്, സിംഗിൾ ഓണർ, വെറും 80,000 കിലോമീറ്റർ,
കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ എല്ലാം നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനം. 3 വർഷം 80,000 അല്ലേ? അതെ, ഓടിയിട്ടുണ്ട്. 80,000 എന്ന് കേൾക്കുമ്പോഴത്തേന് നമുക്ക് വില കുറച്ച് കൊടുക്കാം. ഓക്കെ, അല്ല കിലോമീറ്റർ കുറച്ച് ഓപ്ഷൻ ഏറ്റവും ഫുൾ ലോഡ് LXD ഹാർഡ് ടോപ്പ് പെട്രോൾ മാനുവൽ ഡീസൽ മാനുവൽ 4x4. ഓക്കെ, ഡീസൽ മാനുവൽ 2022 മോഡൽ. ഓക്കെ ഓക്കെ, വാറണ്ടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു? ഇപ്പോൾ വാറണ്ടി കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എടുക്കാൻ പറ്റുമല്ലോ അല്ലേ? 7 മാസം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? സർവീസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, എത്ര ചോദിക്കുന്നതിന് ഇപ്പോൾ? നമുക്ക് 14,10,000 രൂപ കൊടുക്കാം. ഡീസൽ മാനുവൽ 14/10 2022 83,000 കിലോമീറ്റർ. അതെ, 83,000 കിലോമീറ്റർ ഓടിയ ഈ ഒരു മഹീന്ദ്ര താർ ഡീസൽ മാനുവൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 13 ലക്ഷം ലോൺ കയറൂലേ? ആ റേഞ്ചിൽ ലോൺ കയറും. 1 ലക്ഷം കണ്ട ഇറക്കാൻ പറ്റിയ വണ്ടിയാണ് ഈ ലോൺ. അവരെ പ്രൊഫൈൽ വേണം. ലോൺ പല കസ്റ്റമറും നമ്മൾ ലോൺ കിട്ടുമ്പോൾ അവർക്ക് അതിനുള്ള ഒരു ഇതുണ്ടാവുന്നില്ലതും കൂടിയും ചെക്ക് ചെയ്യും അവര്. അതാണുള്ള ഇത്. നമ്മൾ ലോൺ വലിയ പ്രൊമോട്ട് ചെയ്യില്ല. വണ്ടി നമ്മൾ പറയുന്ന കണ്ടീഷൻ ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത് ഉറപ്പിക്കാം അല്ലേ? അത് നമ്മൾ മറ്റു വണ്ടികൾക്കൊക്കെ അത്രത്തോളം ഇതൊന്ന് പറയാത്തത്. എന്നാൽ അവർ വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ റെഡിയാക്കാൻ കഴിയണത് നമ്മൾ റെഡിയാക്കിയിട്ടും ചെയ്യണുണ്ട്, ചെയ്ത് കൊടുക്കാം. ഓ തീർച്ചയായിട്ടും. ഇതൊക്കെ പിന്നെ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഓ തീർച്ചയായിട്ടും. അടുത്ത വണ്ടിയിലേക്ക് അടുത്തതാ കിയ സെൽട്ടോസ് ആണ്. കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ് അല്ലേ? ബേസ് ഓപ്ഷനിൽ കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനം. എന്തൊക്കെയാ ചെയ്തത്? അലോയ്സ് ചെയ്തിട്ടുണ്ട്, 360 ക്യാമറ ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ ക്രോമുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഡുവൽ ടോൺ ആക്കിയിട്ടുണ്ട്. ഇങ്ങനൊക്കെയുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത് സെൽട്ടോസ്. ചെറിയൊരു ബഡ്ജറ്റ്, ചില ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ കഴിയാത്തൊരു ഇതുണ്ട്. സെൽട്ടോസ് ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പൊ ഈ ഫീച്ചേഴ്സ് കൂടിയ വണ്ടികളാവുമ്പോൾ അവർക്ക് ഇത് അഫോർഡ് ചെയ്യാനുള്ള ഒരു ഉണ്ടാവില്ല. അങ്ങനത്തെ ആളുകൾക്ക് ഒരു നല്ലൊരു ഓപ്ഷനാണിത്. 10 ലക്ഷം രൂപക്ക് നമുക്ക് ഈ വാഹനം കൊടുക്കാൻ കഴിയും. 21 മോഡല്, സെക്കൻഡ് ഓണർ, 1 ലക്ഷത്തിന്റെ മുകളിൽ ഓടിയിട്ടുണ്ട്. പ്രോപ്പർ കമ്പനി സർവീസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള മേജർ ആക്സിഡൻസ് ഒന്നും ഇല്ലാത്തൊരു വണ്ടിയാണ്. ഡീസൽ സെൽട്ടോസ് ആണ്. 21 മോഡൽ, 1 ലാഖിന്റെ മേലെ, ഫുൾ സർവീസ് പ്രോപ്പർ ആയിട്ട് പോയിട്ടുണ്ട്. ഫുൾ ഉണ്ട്. മൈലേജ് ഉണ്ടാവില്ല, ഒരു 17-18 റേഞ്ച് മൈലേജ് കിട്ടുന്നൊരു വാഹനമാണ്. അപ്പോൾ ബേസ് ഇത്രയും ഫീച്ചേഴ്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അലോയ്സ് ഒക്കെ അതായത് ഈ ഒരു ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ കഴിയുന്നതാണ് നമ്മൾ ആ ഒരു കോൺസെപ്റ്റിൽ നമ്മളത് എടുത്ത് വെക്കുന്നത്. 10 ലക്ഷം ചില സെൽട്ടോസ് ഒക്കെ എൻക്വയറി ചെയ്യുമ്പോൾ 16, 17, 18 ഫീച്ചേഴ്സ് കൂടുതലുണ്ടാവും. അവർക്ക് ആ ഒരു റേഞ്ചില്. പക്ഷെ ഇതിലും ബേസിക് ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടാവില്ല. ഫീച്ചേഴ്സ് വരും. ഓക്കെ, എല്ലാത്തിലും. ലോൺ എത്ര കിട്ടും? ലോൺ ഒരു 9ന്റെ എബോ എന്തായാലും പ്രതീക്ഷിക്കാം. 9 വരെ എന്തായാലും പ്രതീക്ഷിക്കാം. ഒരു 1 ലാഖ് എന്തായാലും കണ്ടാവും ആ ഒരു റേഞ്ചിലൊക്കെ ചെയ്യാം. അടുത്തത് ഒരു ലോ കിലോമീറ്റർ ക്രെറ്റ തപ്പുന്നവരുണ്ടെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് ഡീസൽ ലോ കിലോമീറ്റർ. ഈ ഒരു കിലോമീറ്റർ ഓടിയ വാഹനങ്ങളൊന്നും ശരിക്കും പല ഡീലേഴ്സിന്റെ കയ്യിലും ഉണ്ടാകാൻ സാധ്യത കുറവാണ്. കാരണം എന്താ വെച്ചാൽ 18 മോഡലില് 67,000 കിലോമീറ്റർ മാത്രം ഓടിയ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ വളരെ റയർ ആയിരിക്കും. ഉണ്ടാവാം, പല ചില ഡീലേഴ്സിനൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊരു റയറാണ് ഡീസലില് പ്രത്യേകിച്ച്. അപ്പോ SX ഏറ്റവും ടോപ്പ് എൻഡിന്റെ നേരെ താഴെ, സൺറൂഫ് ഉണ്ടാവില്ല, ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. 1.6 എഞ്ചിനില് സെക്കൻഡ് ഓണർഷിപ്പില് 67,000 കിലോമീറ്റർ മാത്രം ഓടിയ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പ്രോപ്പർ സർവീസ് കാര്യങ്ങളൊക്കെ അല്ല അടിപൊളി വണ്ടി. ടയർ ബാങ്കുകളും കാര്യങ്ങളും ഒക്കെ ഓക്കെയാണ്. 1.6 ഡീസലാണ്. മൈലേജ് 14-15 അല്ലേ? 15 റേഞ്ച് മൈലേജ് കിട്ടുള്ളൂ. സാധാരണ നമ്മൾ ഡീസൽ വണ്ടി പറയുമ്പോൾ 17-18 ഒക്കെ പറയൂല. പക്ഷേ ഇത് 1.6 എഞ്ചിനാണ്. ഓക്കെ, ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചെറിയ മേജർ ആയിട്ട് ഒന്നുമില്ല, മൈനോട്ടായിട്ടുള്ള ചെറിയ ചെറിയ കേസുകളൊക്കെ ഉണ്ടാവും. ഓക്കെ, നമ്മൾ ക്ലീൻ ചെയ്ത് സെറ്റ് ആക്കി വെച്ച ടയേഴ്സ് ആവറേജ് ആണ്. ആവറേജ് ആണ്. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമ്മൾ 10,50,000 രൂപ. 10,67,000 കിലോമീറ്റർ ഓടിയ 2018 ക്രെറ്റ SX ഡീസൽ നിങ്ങൾക്ക് കൊണ്ടുപോകും. ഡീസൽ മാനുവൽ വാഹനമാണ്. ഇത് മള്ളേക്കാണ്ട ഇറക്കാൻ പറ്റുമോ? ആ റേഞ്ചിലൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ ലോ കിലോമീറ്റർ തപ്പി നടക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് എടുക്കാം. ഒരു ക്രെറ്റ എൻക്വയറി ചെയ്യുമ്പോൾ 18-19 വണ്ടികളൊക്കെ നോക്കുകയാണെങ്കിൽ എന്തായാലും 1.25, 1.30, 1.40 നമ്മളും പർച്ചേസ് ചെയ്യാറുണ്ട്. നമുക്ക് റയർ ആയിട്ടാണ് ഇങ്ങനത്തെ വണ്ടി കിട്ടല്. 67,000 ഡീസൽ വണ്ടി എന്നൊക്കെ പറയുമ്പോൾ വളരെ റയറാണ്. ഓക്കെ, അടുത്ത വണ്ടി. അടുത്തത് ഹ്യുണ്ടായി വെന്യൂ ആണ്. ഹ്യുണ്ടായിന്റെ ഒരു നിരയാണല്ലേ? അതെ, ഫ്രണ്ടിൽ തന്നെ ഹ്യുണ്ടായി കോമ്പാക്ട് SUV അതിന്റെ ഒരു നിരകളാണ്. ഓക്കെ, നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു കാറ്റഗറിയാണ്. ഓക്കെ,
KL 26 രജിസ്ട്രേഷനാണ് വാഹനം. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? 2022-23 രജിസ്റ്റർ. ഓക്കെ. SX 1.5 SX സൺറൂഫ് വരുന്ന വണ്ടി. SX ഡീസലാ? അതെ, ഡീസൽ. 1.5 ഡീസൽ. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പിൽ പ്രോപ്പർ സർവീസ് കാര്യങ്ങളൊക്കെ ലഭ്യമായിട്ടുള്ളൊരു വാഹനമാണ്. ഡിസംബർ ലാസ്റ്റ് 25 വരെ, ഡിസംബർ വരെ വാറണ്ടി, കമ്പനി വാറണ്ടി അവൈലബിൾ ആണ്. ഓക്കെ. ഇപ്പം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. 2 കൊല്ലം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഡീസലാണ്, മൈലേജ് ആണ്. അതെ, 18 റേഞ്ചൊക്കെ എന്തായാലും കിട്ടും അല്ലേ? ഇയർ ട്രെൻഡ് സൺറൂഫും വരുന്നുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ സൺറൂഫ്. ഇപ്പൊ ബേസ് ഓപ്ഷനിലൊക്കെ സൺറൂഫ് കൊടുക്കണ്ടേ ഉണ്ടായിയൊക്കെ. ഓക്കെ. പുതിയ വേറെ ക്ലെയിം ഒന്നുമില്ല, മേജർ ആയിട്ട് ഒരു ക്ലെയിമും ഇല്ല. മൈനോട്ടായിട്ട് ചെറിയ ക്ലെയിം ആദ്യമുള്ളത് 700 രൂപേൻ്റെ ക്ലെയിമേ ഉള്ളൂ. ഇത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലെല്ലാം മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനം. ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. നമുക്ക് എത്ര കൊടുക്കാം? നമുക്ക് 10,60,000 രൂപ കൊടുക്കാം. 10,60 ഡീസൽ വെന്യൂ നിങ്ങൾക്ക് കൊണ്ട് 22 മോഡൽ 23 രജിസ്ട്രേഷൻ വാഹനം. സെക്കൻഡ് ഓണർഷിപ്പ് അല്ല, വേറെ ഇപ്പം മെക്കാനിക്കൽ വർക്ക് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഇനി 46-ലാണോ തോന്നുന്നു സർവീസ് കഴിഞ്ഞിട്ടില്ല. ഇനി 56-ല് 6,000 കിലോമീറ്ററോളം സർവീസും ചെയ്യാൻ സമയമുണ്ട്. ആവശ്യമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ലോണും ഒരു 1 lakh ഒക്കെ ഇറക്കാം. പിന്നെയും ക്രെറ്റകൾ തന്നെ. അതെ. ഓക്കെ. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2016 SX പ്ലസ് ഓട്ടോമാറ്റിക് പെട്രോൾ 1.6 പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. 66,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടി. പ്രോപ്പർ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ എല്ലാം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനം. ഓക്കെ. എത്ര കൊടുക്കാം? പുതിയ ഇൻഷുറൻസ് നമുക്ക് 7,60,000 രൂപ കൊടുക്കാം ഫൈനൽ. 7,65 16 SX പ്ലസ് ഏറ്റവും ടോപ്പ് എൻഡ് പെട്രോൾ അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്ന. ഇതിന്റെ മേലെ ഓപ്ഷനിൽ വരുന്നില്ല അന്ന്? ഇല്ല, അന്ന് വരുന്നില്ല. SX പ്ലസ് ആണ് അതിൽ ഓട്ടോമാറ്റിക്കലി വരുന്നത്. ഓക്കെ. അപ്പോൾ പെട്രോൾ ഓട്ടോമാറ്റിക് കോമ്പാക്ട് SUV നോക്കുന്നവർക്ക് എടുക്കാം. നല്ല ബെസ്റ്റ് ഓപ്ഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് നോക്കുന്നവരുണ്ടാവും. അത്യാവശ്യം റേഞ്ചിലുള്ള ആളുകൾ ഓട്ടോമാറ്റിക്കലി ലേഡീസ് ഒക്കെ യൂസ് ചെയ്യാൻ പെട്രോൾ ഓട്ടോമാറ്റിക് എന്നുള്ളൊരു കോൺസെപ്റ്റിലുള്ള ആളുകളും നമ്മൾ എൻക്വയറി ചെയ്യാറുണ്ട്. അവർക്കൊക്കെ പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷനാണ്. അത്യാവശ്യം ഒരു SUV സെഗ്മെന്റിൽ വരുന്ന വാഹനമായി പെട്രോളുമായി ഓട്ടോമാറ്റിക്കുമായി എല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന രൂപത്തിൽ പ്രൈസ് നമുക്ക് മാറ്റം വരുത്തി കൊടുക്കാമോ? ചെറിയ ഡിഫറൻസ്. നമ്മൾ 75 പറയേണ്ടത് 65 പറഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് ചെറിയ ഡിഫറൻസ് കൂടി ചെയ്തിട്ട് കൊടുക്കാം. വണ്ടിയുടെ കാര്യങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ വാഹനങ്ങളൊക്കെ ഫുൾ ഗ്യാരണ്ടി. അതായത് ഗ്യാരണ്ടി പറഞ്ഞ വണ്ടികളുണ്ട്, അല്ലാതെ നമ്മളൊരു ചെറിയ ഒരു മൈനോട്ടായിട്ടുള്ള ചെറിയ ആ രീതിയിൽ നമുക്ക് പറയാൻ കഴിയുള്ളൂ. നമ്മളെ ഉള്ളിൽ നിന്ന് അങ്ങനെ വരുള്ളൂ. നമുക്ക് ആ ഒരു യാഥാർത്ഥ്യങ്ങളെ തുറന്നു പറഞ്ഞുകൊണ്ട് നമ്മളെ ഇനിയിപ്പോ നമ്മളിന്ന് എടുത്ത കസ്റ്റമേഴ്സിനും അറിയാം, നമ്മളത് എന്തെങ്കിലും ഒരു ഫാൾട്ട് വന്നിട്ട് ചെറിയ ചെറിയ മൈനോട്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റെഡി ആയി കൊടുക്കും. അതല്ലാത്ത മേജറായിട്ട് നമ്മൾ ആരെങ്കിലും അവരെ നമ്മൾ പറ്റിച്ചെന്ന് പറയുകയാണെങ്കിൽ അവർക്ക് ഈ വീഡിയോൻ്റെ താഴെ കമന്റ് ഇടാം. അത്രയും ഷുവറായിട്ട് കോൺഫിഡൻറ്റോട് കൂടിയാണ് നമ്മൾ ഓരോ കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ഒരു 7 സീറ്റർ ആണ്, ഇന്നോവ ക്രിസ്റ്റ. നമ്മളെ ബഡ്ജറ്റിന്റെ മുകളിൽ നമ്മൾ നേരത്തെ 15 ബഡ്ജറ്റ് പറഞ്ഞിരുന്നു, അതിലേറെ കുറച്ച് ബഡ്ജറ്റ് വരുന്ന ഇനാണ്. ഓക്കെ. എന്ത് പറയാലോ, ഒന്ന് വിട്ടുപോയില്ലേ? ഓക്കെ. ഇന്നോവകളുണ്ട്, ക്രിസ്റ്റ മാത്രമല്ല ഇന്നോവകളുണ്ട്. 2015 ഇന്നോവ ഉണ്ട്, 2012 ഇന്നോവ ഉണ്ട്. ഇന്നോവക്ക് ഒരുപാട് കണ്ടാവുകൊണ്ട് നമുക്ക് പിന്നെ എൻക്വയറി വരുമ്പോ അപ്പൊ അവർക്ക് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എല്ലാ യാർഡിലും ഇന്നോവകളാണല്ലോ. അതിന്റെ ഇടയിൽ നമ്മളും കൂടി കാണിക്കുന്നില്ല, നമ്മളാ ഒരു കാറ്റഗറികളാണ് കൂടുതലും കാണിച്ചത്. അപ്പൊ ഇത് ക്രിസ്റ്റ 2017 മോഡല് റീ ആയതാണ്. ഇങ്ങോട്ട് റീ ആയി. എവിടെ? അല്ല, KL 29 കുറച്ച് സമയമായി ആയിട്ട്. കായംകുളം തോന്നുന്നു. കറക്റ്റ് അറിയില്ല, സോറി. എങ്ങനെ ബാക്കി കാര്യങ്ങൾ? 2017 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പില്. ഓക്കെ. പിന്നെ 2,32,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പ്രോപ്പർ സർവീസും ഉണ്ട്. ഇപ്പൊ 2,32 സർവീസ് എടുത്ത വണ്ടിയാണ്. വേറെ ഏതൊക്കെ ബ്രാൻഡിനെ കാണിച്ചിട്ട് ഇപ്പൊ 2,32 ഒക്കെ പറയാൻ പറ്റുമോ? നമുക്ക് ഇത് ധൈര്യമായിട്ട് പറയാൻ കഴിയും. ടൊയോട്ട ആകുമ്പോ പിന്നെ ആ ഒരു ടെൻഷൻ ഇല്ല, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. അല്ല, അങ്ങനെ ഓടിയ ബ്രാൻഡുകളുണ്ട്, ഓടുന്ന ബ്രാൻഡ് എല്ലാം ഉണ്ട്. പക്ഷെ പറഞ്ഞിട്ട് നമ്മൾ അടുത്തൊരാൾക്ക് പിന്നെയും കൊടുക്കാനൊരു പേടിയുണ്ട്. അല്ലേ? ഇതിനപ്പം പേടി വേണ്ട. ഓക്കെ. മെക്കാനിക്കലൊക്കെ ഓക്കെ അല്ലേ? പക്ക. നമ്മുടെ ഒരു സുഹൃത്ത് ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ്. ഓക്കെ. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ Z
Z ഓട്ടോമാറ്റിക്കാ? ഓട്ടോമാറ്റിക് ഫുൾ 2017 Z ഓട്ടോമാറ്റിക് 232. 2 സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓടിയിട്ടുണ്ട്. വേറെ ക്ലെയിം ഒന്നുമില്ല അല്ലേ? ഒന്നുമില്ല. അതായത് സ്ഥിരം നമ്മൾ പറയുന്ന ഡയലോഗ് ഉണ്ട്, അതൊക്കെ ടച്ചപ്പ് മേജർ ക്ലെയിമാ ചോദിക്കുന്നത്? മേജറായിട്ട് ഒന്നുമില്ല. ഓക്കെ, എത്രയാ ഇപ്പോൾ ചോദിക്കുന്നതിന്? ഇത് നമുക്ക് ഫൈനലായിട്ട് 18 ലക്ഷം രൂപ കൊടുക്കാം. 18 ലക്ഷത്തിന് 2017 Z ഓട്ടോമാറ്റിക് ക്രിസ്റ്റ കേരള നമ്പർ ആയിക്കഴിഞ്ഞ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. നല്ല ബോഡി ക്വാളിറ്റി, നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വണ്ടിയാട്ടോ. അഡീഷണൽ പൈസ നിങ്ങൾ ഇറക്കണം. രജിസ്ട്രേഷൻ വണ്ടിയാണെങ്കിലും അത്ര നീറ്റ്നെസ് ഉള്ള ഒരു വണ്ടിയാണ് കൊണ്ടുപോയത്. ഓക്കെ, ഒരു 15 ലക്ഷം ലോൺ കയറും? ആ ഒരു റേഞ്ചിൽ ലോൺ പ്രതീക്ഷിക്കാം എന്നാണ്. 15 ലക്ഷം വരെ ലോൺ സൗകര്യവും കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും വിളിച്ചോളൂ. തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ കാണിക്കാത്ത വണ്ടികളുണ്ട്, വേറെ ഉണ്ട് അല്ലേ? അതെ, ഇനി ഒരുപാട് സ്റ്റോക്കുകൾ നമ്മൾ ചെറുവണ്ടികളും ഉണ്ട്, ഈ ഒരു കാറ്റഗറികളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചോളൂ. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലേക്ക് രേഖപ്പെടുത്തുക. എന്തൊക്കെ അഭിപ്രായം, നിങ്ങളുടെ എന്തൊക്കെ നിർദ്ദേശങ്ങൾ, നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം ഒക്കെ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു. ബൈ.